ഭരണവിരുദ്ധ വികാരത്തിൽ കേരളത്തിൽ ആഞ്ഞുവീശി UDF തരംഗം. ഇടതുകോട്ടകൾ തകർത്ത് 102 സീറ്റിൽ ചരിത്ര വിജയം നേടിയാണ് UDF സംസ്ഥാന ഭരണം തിരിച്ചുപിടിച്ചത്. 13 മന്ത്രിമാർ തോറ്റപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് കഷ്ടിച്ചു കടന്നുകൂടി. 35 സീറ്റ് മാത്രമാണ് LDFന്. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ തുടങ്ങിയ 3 മണ്ഡലങ്ങളിൽ വിജയിച്ച് BJP കരുത്തുകാട്ടി. UDF തരംഗമോ സുനാമിയോ? ചെങ്കോട്ടകൾ തകർന്നടിഞ്ഞു. UDFന് കണക്കുകൾക്കപ്പുറമുള്ള വമ്പൻ വിജയം. 100 കടന്ന് 102-ലെത്തി UDFന്റെ തേരോട്ടം. ഇരുപത്തൊന്ന് സീറ്റുണ്ടായിരുന്ന കോൺഗ്രസ് ഇക്കുറി ജയിച്ചത് 63 മുസ്ലിം ലീഗ് 22-ൽ. 7 കേരള കോൺഗ്രസ് ജോസഫ്. RSP 3 സീറ്റിലും വിജയിച്ചു. RMP, CMP, കേരള കോൺഗ്രസ് ജേക്കബ് പാർട്ടികൾക്കും മത്സരിച്ചെടുത്ത് വിജയം. G സുധാകരൻ, V കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ തുടങ്ങി CPIM-നോട് പിണങ്ങിയിറങ്ങിയവർ അത്ഭുതം കാട്ടി. വയനാട്, മലപ്പുറം, എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ UDF സമ്പൂർണ്ണ വിജയം നേടി. 67 സീറ്റുണ്ടായിരുന്ന CPIM 26 സീറ്റുകളിലേക്ക് ഒതുങ്ങി. CPI 8-ലേക്ക് ചുരുങ്ങി. കേരള കോൺഗ്രസ് എമ്മും NCPയും INLും സീറ്റൊന്നും കിട്ടാതെ സംപൂജ്യരായി. മട്ടന്നൂർ, ധർമ്മടം, പയ്യന്നൂർ, കല്യാശ്ശേരി, തൃക്കരിപ്പൂർ, ഏലത്തൂർ എന്നീ നെടും കോട്ടകളിൽ LDF വോട്ട് കുത്തനെ കുറഞ്ഞു. പാലക്കാട്, തൃശൂർ ജില്ലകളാണ് LDFനെ വൻ നാണക്കേടിൽ നിന്ന് രക്ഷിച്ചത്. 2016-ൽ O രാജഗോപാൽ ജയിച്ച നേമം സംസ്ഥാനാധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിലൂടെ BJP തിരിച്ചു പിടിച്ചു. കഴക്കൂട്ടത്ത് ഇഞ്ചോടിഞ്ച് മത്സരത്തിലാണ് കടകംപള്ളി സുരേന്ദ്രനെ V മുരളീധരൻ തോൽപ്പിച്ചത്. A ക്ലാസ് മണ്ഡലമായ കൊല്ലത്തെ ചാത്തന്നൂരിൽ BJP നേടിയത് തകർപ്പൻ വിജയം. BB ഗോപകുമാറിനാണ് ജയം. മഞ്ചേശ്വരം, കാസർഗോഡ്, പാലക്കാട്, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ വോട്ടെണ്ണലിന്റെ പല റൗണ്ടുകളിലും NDA മുന്നിട്ടു നിന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.